നമുക്കറിയാം ചാരഫലങ്ങൾ എപ്പോഴും ചന്ദ്രരാശിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ പറയാറ്. അപ്പോൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ ചാരഫലങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ വ്യാഴം, ശനി, രാഹുകേതു ഇവരുടെ ചാരഫലങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ മാത്രമേ സ്ഥായിയായിട്ടൊരു ഒരു രാശിയിൽ കുറച്ച് കാലം നിൽക്കുന്നുള്ളൂ. രാഹു ആണെങ്കിൽ ഒരു 1.5 വർഷം നിൽക്കും, വ്യാഴം ഒരു 1 വർഷം നിൽക്കും, ശനിയാണെങ്കിൽ ഒരു 2.5 വർഷം നിൽക്കും. പക്ഷേ ഗ്രഹങ്ങൾക്ക് ഈ ചാരവശാൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾക്ക് 2 തരത്തിലുള്ള സഞ്ചാരമുണ്ട്. ഒന്ന് വക്രവും അതിചാരവും. വക്രം എന്ന് വെച്ചാൽ പുറകോട്ടുള്ള സഞ്ചാരമാണ്. ഗ്രഹങ്ങളുടെ പുറകോട്ടുള്ള സഞ്ചാരത്തിനാണ് നമ്മൾ വക്രഗതി എന്ന് പറയുന്നത്. മുന്നിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നതിന് നമ്മൾ അതിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഫലങ്ങളും ശനിയുടെ ഫലങ്ങളും കുറച്ച് പേർക്ക് കുറച്ച് നാളത്തേക്ക് കുറയാനൊരു ചാൻസ് ഉണ്ട്. കാരണം ശനി വക്രത്തിൽ പോകുന്നു, അതുപോലെ തന്നെ വ്യാഴം അതിചാരത്തിൽ പോകുന്നു. അതിചാരം വ്യാഴം ജൂൺ 2-നാണ് കർക്കിടകത്തിലേക്ക് വന്നത്, ഉച്ചരാശിയ കർക്കിടകത്തിലേക്ക് വന്നു. പക്ഷേ അത് ഇപ്പം നവംബർ 1-ന് അത് തിരിച്ച് ചിങ്ങത്തിലേക്ക് പോകും അതിചാരം കാരണം. ഇത് ബേസിക്കായിട്ട് ഇതിൻ്റെ ശ്ലോകം ഏതാണെന്ന് വെച്ചാൽ അതിചാരേതു വക്രേതു പൂർവരാശി ഗതം ഫലം ബൃഹസ്പതിസ്തു തന്നാസ്തി തത് രാശി ഗതം ഫലം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിചാരത്തിലൊരു ഗ്രഹം പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പുറകോട്ട് പോകുന്ന പൂർവ്വരാശിയുടെ ഫലം പറയണം. ഇപ്പം ശനി നമുക്കറിയാം, മീനത്തിൽ നിൽക്കുന്ന ശനിയാണ് പുറകോട്ട് സഞ്ചരിക്കുന്നത്. പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ കുംഭത്തിലേക്ക് പോകും. അപ്പോൾ അതാണ് അതിചാരേതു വക്രേതു പൂർവ്വരാശി. അപ്പോൾ മീനത്തിൻ്റെ പൂർവ്വരാശിയാണ് കുംഭം. കുംഭത്തിലെ ഫലമാണ് ശനിക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലം മീനത്തിൽ പറഞ്ഞതായിരിക്കില്ല കിട്ടുന്നത്, കുംഭത്തിലേക്കുള്ള ഫലങ്ങൾ കിട്ടും. അതിചാരത്തിൽ ഈ വക്രത്തിൽ പോകുന്ന കാരണം വക്രഗതിക്ക് പൂർവ്വരാശിയുടെ ഫലങ്ങൾ കിട്ടും. പക്ഷെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് പ്രത്യേകതയുള്ളത് ബൃഹസ്പതിസ്തു തന്നാസ്തി തദ്രാശി ഗതംഫലം. ബൃഹസ്പതി വ്യാഴം ഏത് രാശിയിലേക്കാണോ അതിചാരത്തിൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഫലങ്ങളെ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് പോയ ചിങ്ങത്തിൽ നിൽക്കുന്ന ഫലയെ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ ശനി മീനത്തിൽ നിന്നുകൊണ്ടാണ് കുംഭത്തിൽ നിൽക്കുന്ന ഫലം കൊടുക്കുന്നത്. അതാണ് വക്രഗതിയുടെയും ഈ അതിചാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഗ്രഹങ്ങളുടെ പിന്നോട്ടുള്ള സഞ്ചാരഗതിക്കാണ് നമ്മൾ വക്രത എന്ന് പറയുന്നത്. അപ്പോൾ ശനിയുടെ വക്രത ജൂലൈ 29-ന് ആരംഭിച്ചിട്ട് ഡിസംബർ 15 വരെ വക്രതയിലായിരിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു 3.5-4 മാസ കാലഘട്ടത്തിൽ മീനത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലും കുംഭത്തിൽ ശനി നിൽക്കുന്നതായിട്ടുള്ള ഫലങ്ങളെ നമ്മൾക്ക് നമുക്കെന്നല്ല എല്ലാ 12 രാശിക്കാർക്കും കിട്ടുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ ഈ അതിചാരത്തിൽ പോകുന്ന വ്യാഴമാണെങ്കിൽ വ്യാഴം നവംബർ 1-ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പം നമുക്ക് ചിങ്ങത്തിൽ വ്യാഴം നിൽക്കുന്ന ഫലമേ കിട്ടുള്ളൂ. ശനി എന്ന് പറഞ്ഞാൽ മീനത്തിൽ നിന്നോട്ട് കുംഭത്തിൽ നിൽക്കുന്ന ഫലം കൊടുക്കുമ്പോൾ വ്യാഴമാണെങ്കിൽ എവിടെ പോയി നിൽക്കുന്നോ ആ ഫലമേ കൊടുക്കുകയുള്ളൂ. അത് നവംബർ 1-ന് വ്യാഴം ചിങ്ങത്തിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനുവരി 24-ന് തിരിച്ച് വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. അപ്പോൾ അത് വക്രത്തിലേക്ക് ഡിസംബർ 16-ന് വക്രത തുടങ്ങിയിട്ടാണ് ഈ ജനുവരി 24-ന് കർക്കിടകത്തിലേക്ക് കയറുന്നത്. അപ്പോൾ പിന്നെ കർക്കിടകത്തിലെ ഫലം തന്നെ കിട്ടാനും തുടങ്ങും ഈ 12 രാശിക്കാർക്കും. അപ്പോൾ കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് ഈ 2 ഗ്രഹങ്ങളും ഒന്ന് വക്രത്തിലും പോകുന്നു, ഒന്ന് അതിചാരത്തിലും പോകുന്നു. മുന്നോട്ടുള്ള അതിവേഗത്തിലുള്ള സഞ്ചാരത്തിനാണ് നമ്മൾ അതിചാരം എന്ന് പറയുന്നത്. പിറകോട്ടുള്ള സഞ്ചാരത്തിന് നമ്മൾ വക്രത എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ശ്ലോകം ഞാൻ പറഞ്ഞത് അതിചാരേതു വക്രേതു പൂർവ്വരാശി ഗതം ഫലം ബൃഹസ്പതിസ്തു തന്നാസ്തി തത് രാശി ഗതം ഫലം. ഇത് ജ്യോതിഷ ബ്രഹ്മ രഹസ്യം എന്ന് പറയുന്ന ബുക്കിലുള്ളതായിട്ടുള്ള ശ്ലോകമാണ്. ശനിയുടെ വക്രത മൂലം ഇടവം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനിയും മകരം, കുംഭം, മീനം രാശിക്കാർക്ക് 7 ശനിയുടെയും അനുഭവഫലങ്ങളായിരിക്കും കിട്ടുക. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമശിവായ 108 നമശിവായ എന്നും കുളി കഴിഞ്ഞിട്ട് ഭക്തിയോടുകൂടി 108 നമശിവായ വെച്ച് ചൊല്ലിയാൽ മതിയാകും. ഇത്രയും രാശി കുറച്ച് നാളത്തേക്കുള്ള മാറ്റമാണിത്. അല്ലാണ്ട് പെർമനൻ്റായിട്ട് നിങ്ങൾ കണ്ടകശനി അഷ്ടമശനി ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. വളരെ കുറച്ച് നാളത്തേക്കുള്ള ഒരു മാറ്റം, ഒരു 120 ദിവസത്തേക്കുള്ളൊരു മാറ്റമാണ് ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മീനത്തിൽ നിന്നുകൊണ്ടാണ് കുംഭത്തിലെ ഫലം ചെയ്യുന്നത്. അതാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. വ്യാഴത്തിൻ്റെ അതിചാരം മൂലം മിഥുനം രാശിക്കാർക്ക് വ്യാഴം 3-ൽ മറയും, കന്നി രാശിക്കാർക്ക് വ്യാഴം 12-ൽ പോകും, തുലാം രാശിക്കാർക്ക് ലാഭസ്ഥാനമായ 11-ലേക്ക് വ്യാഴം വരുന്നു, വൃശ്ചികൻ രാശിക്കാർക്ക് കർമ്മസ്ഥാനമായ 10-ലേക്ക് വ്യാഴം വരുന്നു, ധനു രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ 9-ലേക്കാണ് വ്യാഴം വരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലേക്ക് പോകും വ്യാഴം. മീനം രാശിക്കാർക്ക് വ്യാഴം 6-ൽ മറയും.
ഇപ്പം സാധാരണയായിട്ട് വ്യാഴത്തിൻ്റെ ഇതായിട്ട് നമ്മൾ വ്യാഴാഴ്ച അമ്പലത്തിൽ പോകുന്നത് നല്ലത്. അതുകൂടാണ്ട് നാരായണായ അഷ്ടമ വ്യാഴം 12 വ്യാഴമുള്ളവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലുക. ബാക്കി എല്ലാവരും ഓം നമോ നാരായണായ എന്നുള്ള നാരായണ മന്ത്രങ്ങൾ മാത്രം ചൊല്ലിയാൽ മതിയാകും. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിക്കുക, ഭാഗവതം പറ്റുന്നത്രയും വായിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ശനിയുടെ വക്രതയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല കർക്കിടക മാസമാണല്ലോ. അപ്പോൾ ഈ സുന്ദരകാന്ഡം വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തിരി പാടാണ്, എന്നാലും രാമായണം ഒന്ന് ഒരു വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സുന്ദരകാന്ഡം എടുത്തിങ്ങനെ ഇത്രയും കാലഘട്ടങ്ങളിൽ സുന്ദരകാന്ഡം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് ശനിദോഷങ്ങൾ അകറ്റാൻ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജനനം ഒരു കാരണമാണ്. ജന്മത്തിൽ നമ്മൾ ഹോരയിലെ 3-ാം ഇത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് അതിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന്. രാമായണത്തിലും അത് തന്നെ പറയുന്നത്, നമ്മുടെ കർമ്മഫലം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറയുന്ന മാതിരി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റായിട്ട് നമുക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ ദുർഘടങ്ങളൊക്കെ മാറുന്നതിനായിട്ടാണ് നമഃശിവായും നാരായണയും ചൊല്ലുക. ഇത് മാത്രം മതി. ഭഗവാൻ ഭക്തിയോടുകൂടി ചൊല്ലണം, അല്ലാതെ വെറുതെ നമ്മൾ ചൊല്ലിയത് കൊണ്ടായില്ല. വളരെ ഭക്തിപൂർവ്വം നാരായണനെ വിളിക്കുക. അതേപോലെ 1 നമോ ഭഗവതേ വാസുദേവായ ചൊല്ലുക. ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ, അല്ലെങ്കിൽ പഞ്ചാക്ഷരി ചൊല്ലുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, നടക്കി നിന്ന് കുറച്ച് നേരം കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ വളരെ നല്ല പരിഹാരങ്ങളാണ് ഇതിനെല്ലാം.